ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു കോൾ. നിങ്ങൾക്ക് മന്ത്രിയാകണോ അതോ മുഖ്യമന്ത്രിയാകണോ? 3 കോടി രൂപ തന്നാൽ ഞാനാക്കാം. വിളിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നും കൂടി പറയുമ്പോൾ കേൾക്കുന്നവന്റെ മനസ്സും കാതും ഒന്ന് കുളിർക്കും. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാഴുന്ന ഈ കാലത്ത് ഇത്തരം തട്ടിപ്പ് വിളികളൊക്കെ ആര് വിശ്വസിക്കാൻ? കേരളത്തിലെ MLA-മാരെ ലക്ഷ്യമാക്കിയിരുന്നു ആ കോൾ വന്നത്. കേരളത്തിലെ കോൺഗ്രസ് MLA-മാരെ ലക്ഷ്യമിട്ട് നടന്ന വമ്പൻ വ്യാജ കോൾ തട്ടിപ്പിന്റെ ചുരുളഴിയുകയാണ്. വിദ്യാ ബാലകൃഷ്ണൻ MLA-ക്ക് വന്ന ആ ഒറ്റ ഫോൺ കോളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 2 ഡൽഹി സ്വദേശികൾ അഴിയണുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വിദ്യാ ബാലകൃഷ്ണൻ വന്ന ആ 10 മിനിറ്റ് ദൈർഘ്യമുള്ള കോൾ ഷാഫിക്കും ഡീൻ കുര്യാക്കോസിനും വന്നിരുന്നു. പറഞ്ഞതെല്ലാം സെയിം കോണ്ടാക്ട്, സെയിം ആവശ്യം. പക്ഷെ തട്ടിപ്പ് സംഘത്തിന് പാളിപ്പോയ ചില കണക്കുകൂട്ടലുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ പേരാകുമ്പോൾ അവർ അതിന്റെ പുറകെ പോകില്ലെന്ന കണക്കുകൂട്ടൽ, മറ്റൊന്ന് കോൺഗ്രസുകാർ ഇത് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന കണക്കുകൂട്ടൽ. അത് രണ്ടും പാളിപ്പോയതോടെയാണ് തട്ടിപ്പുകാർ ജയിലറയിലേക്ക് ഉള്ളിലായത്. വിഷയം അറിഞ്ഞതോടെ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടായെന്നതാണ് ഈ തട്ടിപ്പുകാരെ വലയിലാക്കാനുള്ള പ്രധാന വഴിതെളിച്ചത്. സംശയം തോന്നിയ MLA വിഷയം സൂചിപ്പിച്ചതോടെ പ്രിയങ്ക ഗാന്ധിയും അവരുടെ ഓഫീസും ഒട്ടും സമയം കളയാതെയാണ് വിഷയത്തിൽ ഇടപെട്ടത്. തന്റെ പേര് ദുരുപയോഗം ചെയ്ത് ജനപ്രതിനിധികളെ പോലും പറ്റിക്കാൻ നോക്കിയ ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കർശന നിലപാടിൽ പ്രിയങ്ക ഉറച്ചുനിന്നു. വയനാട്ടിലെ ഓഫീസിൽ നിന്നും പാർട്ടി ആസ്ഥാനത്ത് നിന്നും കൃത്യമായ വിവരശേഖരണം നടത്തുകയും ഇത്തരമൊരു കോൾ പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതോടെ തട്ടിപ്പുകാരുടെ അടിത്തറയിളകി. പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഉറച്ച നിലപാടും അടിയന്തര ഇടപെടലുമാണ് പോലീസിന് അന്വേഷണം വേഗത്തിലാക്കാനും തട്ടിപ്പുകാരെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പൊക്കാനും വഴിമരുന്നിട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായ നീക്കങ്ങൾക്ക് മുന്നിൽ തട്ടിപ്പ് സംഘത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. കേരളത്തിലെ കോൺഗ്രസ് MLA-മാരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ കോൾ വന്നത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് വിദ്യാ ബാലകൃഷ്ണൻ MLA വിളിച്ച കേസിൽ 2 ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവർ ഇപ്പോൾ അഴിയെണ്ണുകയാണ്. കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ മിന്നൽ നീക്കത്തിൽ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവർ വലയിലായത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ രാജ്കുമാർ എന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത്. 10 മിനിറ്റോളം നീണ്ട ഇംഗ്ലീഷ് സംഭാഷണത്തിൽ മന്ത്രിയാകാനുള്ള നടപടിക്രമങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കാനും ഈ തട്ടിപ്പുകാർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന്റെ പേര് പറഞ്ഞ് നേതാക്കളെ കീശയിലാക്കാൻ വന്നവർ ഇപ്പോൾ ലോക്കപ്പിലിരുന്ന് എണ്ണുകയാണ്. രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ കുറുക്കുവഴികൾ തേടുന്നവർക്കും നേതാക്കളുടെ പേര് പറഞ്ഞ് കോടികൾ തട്ടാനിറങ്ങുന്ന സൈബർ കള്ളന്മാർക്കും പ്രിയങ്കയുടെ ഈ അടിയന്തര ഇടപെടലും അറസ്റ്റും ഒരു ശക്തമായ മുന്നറിയിപ്പാണ്.